തൃശ്ശൂരിൽ നിന്ന് ശരത് ഓങ്ങല്ലൂർ കൂടി ചേരുന്നുണ്ട്. ശരത്ത്, ചാലക്കുടിയിലെയും നാട്ടികയിലും ചില പ്രാദേശിക ഭാഗങ്ങളിലെ കാലാവസ്ഥ അപ്ഡേറ്റുകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ കമൻറ്റുകളിൽ നിന്ന് അവിടെയുള്ള ചില പ്രാദേശികമായിട്ടുള്ള ദിനാന്തരീക്ഷം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പൊതുവെ തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെയാണ്, ഡാമുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്, നഗരത്തിൽ മഴ പെയ്യുന്നുണ്ടോ, എന്താണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ? വിനിഷ, ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ ജില്ലയാണെന്ന് പറയേണ്ടി വരും. 670 മില്ലിമീറ്റർ മഴ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ആദ്യ സ്ഥാനത്ത് കണ്ണൂരാണെങ്കിലും രണ്ടാം സ്ഥാനത്ത് എന്തായാലും തൃശ്ശൂരുണ്ട്. തൃശ്ശൂരിൻ്റെ പല പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. പുലർച്ചെ വരെ നഗരത്തിലും വലിയ മഴ തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം അനുസരിച്ച് കൊടകരയിലെ ഒരു കെട്ടിടം നിലം പൊത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ പെയ്ത കനത്ത മഴയിലാണ് കെട്ടിടം നിലം പൊത്തിയിട്ടുള്ളത്. ഈ കെട്ടിടത്തിനകത്ത് 3 പേരുണ്ടോ എന്ന കാര്യത്തിനകത്തൊരു സംശയമുണ്ട്. അതിഥി തൊഴിലാളികളാണ് അവർ അവിടെ താമസിക്കുന്ന കെട്ടിടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കൊടകര പഞ്ചായത്തിന് സമീപത്തുള്ള ഒരു പഴയ ഓടിട്ട കെട്ടിടം നിലംപൊത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളിലായ ചാലക്കുടി പുഴയിലും ഭാരതപ്പുഴയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുൻകരുതൽ തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചാലക്കുടി പുഴയിലെ യെല്ലോ അലേർട്ടാണ്. പക്ഷേ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പെരിങ്ങൽകുത്ത് ഡാം ഉൾപ്പെടെയുള്ളവ ഇന്നലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. വലിയ ഒഴുക്ക് കൂടിയ സാഹചര്യത്തിൽ നമ്മളിന്നലെ കണ്ടിരുന്നു ചാലക്കുടി പുഴയിൽ ഒരു കാട്ടാന തന്നെ അകപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നീരൊഴുക്കാണ് ഇന്ന് ജില്ലയിലെ നദികളിലെല്ലാം തന്നെയുള്ളത്. ഇന്ന് ജില്ലയിൽ മൊത്തം തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കളക്ടറുടെ ഭാഗത്തു നിന്ന് കളക്ടറിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ മഴ ഇടവിട്ടാണ് പെയ്യുന്നതെങ്കിലും ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാലക്കുടിയിലും കൊടുങ്ങല്ലൂരും വടക്കാഞ്ചേരിയിലും കുന്നംകുളം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 1000-ഓളം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇന്നലെ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വെള്ളം കയറുന്ന സാഹചര്യത്തിൽ തന്നെ ആളുകളെ മാറ്റുന്നു. ഒരു ദുരന്തം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിനിഷ, ശരി. ശരത് ഓങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള ദിനാന്തരീക്ഷം അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയുടെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാക്കിയത്.